ഹായ്, ഞാൻ ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, നമ്മുടെ ഏരിയയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒരു 100 മീറ്ററേ ഉള്ളൂ നമ്മുടെ കോട്ടൺ ഹിൽ സ്കൂൾ വരുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് നടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ വരുന്നത്. അതായത് വഴുതക്കാടാണ്. വഴുതക്കാടിൻ്റെ കുറച്ച് താഴെ എടപ്പഴഞ്ഞി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ കോട്ടൺ ഹിൽ സ്കൂളൊക്കെ. അപ്പോൾ ഇതാണ് റോഡ് വരുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ കോട്ടൺ ഹിൽ സ്കൂൾ വരുന്നത്. അപ്പോൾ ഈ ഏരിയ മൊത്തം ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ടല്ലോ, വൈകുന്നേരം ആകുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും തട്ടുകടകളൊക്കെ ആകും കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഗേൾസ് സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂളാണ്. വഴുതക്കാട് ഗവൺമെൻറ് ഗേൾസ് കോട്ടൺ ഹിൽ സ്കൂൾ. ഇത് ഈ കാണുന്നതാണ് സ്കൂളിൻ്റെ ഫ്ലൈ ഓവറാണ് ഈ കാണുന്നത് കേട്ടോ. സ്കൂളിലേക്ക് കുട്ടികൾക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. നമ്മൾ ഈ കാണുന്നതാണ് സ്കൂളിൻ്റെ മെയിൻ ഗേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നേരെ ഇത് വഴുതക്കാടാണേ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ നടന്നാൽ കുറച്ചൊരു 100 മീറ്റർ നടന്നാൽ നമുക്ക് മാനവീയം വീതി കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം നേരെ. ഈ ഏരിയയിൽ മൊത്തം തട്ടുകടകളാട്ടോ. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 മണി 3 മണി വരെയൊക്കെ ഈ തട്ടുകടകളുണ്ടാവും. ഭയങ്കര തിരക്കാണ്. കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കാർമൽ ടവർ എന്ന് പറയുന്ന. സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു ചർച്ചാണ് ഇത്. കാർമൽ ഹിൽ മൊണാസ്ട്രി ചർച്ചാണ് ഈ കാണുന്നത് കേട്ടോ. കണ്ടേ, കണ്ടോ? ഈ കാണുന്നതാണ് വഴുതക്കാട് ജംഗ്ഷൻ കേട്ടോ. ഇതിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിമൻസ് കോളേജൊക്കെ അങ്ങോട്ടാണ്. അപ്പോൾ ഈ അപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് കാണുന്നതാണ് ശ്രീമൂലം ക്ലബ്ബ് കേട്ടോ. ഓപ്പോസിറ്റ് കാണുന്നില്ലേ അത്. ഈ കാണുന്നതാണ് ശ്രീമൂലം ക്ലബ്ബ്. ഇത് വഴുതക്കാട് ജംഗ്ഷനിൽ തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ മാനവീയം വീതി, വെള്ളയമ്പലം റോഡൊക്കെയാണ്. പിന്നെ ഇടത്തോട്ട് പോയി കഴിഞ്ഞാലാണ് വിമൻസ് കോളേജൊക്കെ. ഇടത് സൈഡിൽ കാണുന്നുണ്ടോ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് വഴുതക്കാട് വെള്ളയമ്പലം റോഡ്. ഇത് നമ്മുടെ ടാഗോർ തിയേറ്ററിൻ്റെ അടുത്തുള്ള വഴുതക്കാട് ഉള്ള ഒരു അമ്പലമാണ്, ശ്രീ രമാംബിക ദേവി ക്ഷേത്രം. കണ്ടോ? ഈ വലത് സൈഡിൽ കാണുന്നത് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സാണ്. പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ്. നല്ല സൗണ്ടാണ്. അപ്പം ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കണ്ടോ? വഴുതക്കാട് വെള്ളയമ്പലം റോഡ്. ഈ റോഡിൻ്റെയൊക്കെ പണി ഈ അടുത്ത നാളിലാണ് പൂർത്തിയായത് കേട്ടോ.
ഇത് കണ്ടോ, ടാഗോർ തിയേറ്ററാണ് ഈ കാണുന്നത്. ടാഗോർ തിയേറ്ററാണ്. ഓപ്പോസിറ്റ് കാണുന്നതാണ് മാനവീയം വീതി കേട്ടോ. ഇതൊരു ചായ സ്പോട്ടാണ് ഞങ്ങളുടെയൊക്കെ. ഇവിടുന്ന് നേരെ പോകുന്ന കവടിയാറാട്ടോ, മാനവീയം റോഡ്. നേരെ കാണുന്നുണ്ടോ, അതാണ് വെള്ളയമ്പലം ആൽത്തറ ക്ഷേത്രം കേട്ടോ, യക്ഷിയമ്മ ക്ഷേത്രം. വെള്ളയമ്പലം കവടിയാർ റോഡ്. ഈ ക്ഷേത്രം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു മാക്സിമം പോയാൽ ഒരു 500 മീറ്റർ അത്രേ വരുള്ളൂ കേട്ടോ. ആ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് അതായത് ഒരുപാട് ലാംഗ്വേജ്, അതായത് സ്ലാങ്ങുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെഞ്ഞാറമൂട് സൈഡ് പോയി കഴിഞ്ഞാൽ വേറൊരു സ്ലാങ്, അപ്പം ഞങ്ങളൊക്കെ സംസാരിക്കുന്ന വേറൊരു സ്ലാങ്, ഞങ്ങളൊരു മിഡിൽ വരുന്ന. പിന്നെ ഈ പാറശാല, പൂവാറ്, വിഴിഞ്ഞം ഒക്കെ പോകുമ്പോൾ കടൽ തീരത്തിൻ്റെ അവിടെയൊക്കെ വരുമ്പോഴത്തേനും വേറൊരു സ്ലാങ് ആണ് വരുന്നത്. എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം എൻ്റെയൊക്കെ ആണെങ്കിൽ ഒരു തമിഴ് കലർന്ന ഒരു മലയാളമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ചിലപ്പോൾ സംസാരിക്കുമ്പോഴത്തേനും നമ്മൾ ഈ വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കുറച്ചുകൂടെ ഒരു വ്യക്തതയായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ കവടിയാർ റോഡ്. ഇത് കണ്ടോ, ബോർഡ് കണ്ടോ. ഓപ്പോസിറ്റ് നേരെ കാണുന്ന കണ്ടായിരുന്നോ, ഇതാണ് രാമചന്ദ്രൻസ്. അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആക്ച്വലി പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഒരു ഷോപ്പ്, അതായത് ചെറിയൊരു ഷോപ്പായിരുന്നു ഈസ്റ്റ് ഫോർട്ട് ഉണ്ടായിരുന്നത്. അതിപ്പോൾ എല്ലായിടത്തും പല പല സ്ഥലങ്ങളിലായിട്ട് ഈ സ്റ്റോറുകളുണ്ട് കേട്ടോ അവർക്ക് ട്രിവാൻഡ്രത്ത്. ആക്ച്വലി വിലക്കുറവാണ്, റേറ്റൊക്കെ വളരെ കുറവാണ്. ഇവരുടെ ഡ്രസ്സ് ഐറ്റംസൊക്കെ ആണെങ്കിലും ഒരു സാധാരണക്കാർക്ക് വന്ന് വാങ്ങാൻ പറ്റിയ ഒരു വിലക്കുറവുള്ള സാധനങ്ങൾ തന്നെയാണ് അവിടെ കിട്ടുന്നത് കേട്ടോ. മൊത്തത്തിൽ വർഷങ്ങളായി കേട്ടോ. അതാണ് ഞങ്ങൾ ഇവിടുന്നാണ് ഈ പച്ചക്കറികളും ഒക്കെ വാങ്ങുന്ന. ഇവിടുന്നാണേ എല്ലാം ഉണ്ട്, തുണികൾ, പച്ചക്കറി, പിന്നെ മറ്റ് പലവ്യഞ്ജനങ്ങൾ, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. ഈ ഫ്ലാറ്റ് കണ്ടോ, ഇത് വെള്ളയമ്പലം ജംഗ്ഷനിൽ തന്നെ ഇരിക്കുന്ന ഒരു ഫ്ലാറ്റാണേ. ഈ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് സ്റ്റാർബക്സും ഉണ്ട് കേട്ടോ. കണ്ടോ, വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ശാസ്തമംഗലം റോഡാണേ. ഇപ്പം നമുക്കിനി മാനവീയത്തിൻ്റെ അകത്തൂടെ കയറി മ്യൂസിയം റോഡ് പോവാം. ഓക്കെ, മാനവീയത്തിൻ്റെ അകത്തൂടെയാണേ ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന. ഞങ്ങളൊക്കെ ഇവിടെ വൈകുന്നേരം വന്നിരിക്കും ചില ദിവസങ്ങളിലൊക്കെ. ചിത്രങ്ങളൊക്കെ കണ്ടായിരുന്നോ, മാനവീയത്തിൻ്റെ അകത്തെ ചുവരുകളിൽ വരച്ചിരിക്കുന്നതാട്ടോ. ഇപ്പോൾ ഒരു 6:30 ആയി കേട്ടോ സമയം. ഇവിടെ ഈവനിങ്ങിലൊക്കെ പല പ്രോഗ്രാംസൊക്കെ നടക്കാറുണ്ട്. ഈ എല്ലാവർക്കും നടത്താം കേട്ടോ. ആൾക്കാർക്കൊക്കെ ഇവിടെ എന്തെങ്കിലും കലാപരമായിട്ട് കഴിവുകളുള്ളവർക്കൊക്കെ ഇവിടെ വന്നിരുന്ന് അവതരിപ്പിക്കാം. ഇവിടെയുള്ള ആൾക്കാരൊക്കെ കാണാൻ വരും, കൈയടിക്കും.
പിന്നെ ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് സ്നാക്സുകൾ അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാം. ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കാറുണ്ട്. കണ്ടോ, നല്ല നല്ല ചിത്രങ്ങളുണ്ട്. അതിൻ്റെ പെയിൻ്റൊക്കെ കുറേയൊക്കെ പോയിരിക്കുന്നു. ഇവിടെ വന്നിന്ന് പലരും ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഫോട്ടോ, വീഡിയോ ഷൂട്ട്, റീൽസ് അങ്ങനെയൊക്കെ എടുക്കുന്ന സ്ഥലമാണ്. കണ്ടോ, ആക്ച്വലി ഇതിലെ കൂടെ വാഹനങ്ങളെ വിടേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഹൈ സ്പീഡിലാണ് കാരണം ഈ ആൾക്കാരെല്ലാവരും ഇവിടെ എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഭയങ്കര സ്പീഡിലാണ് ഈ 2 വീലറൊക്കെ പാഞ്ഞു പോകുന്ന ഒരു സമയം കഴിയുമ്പോഴത്തേനും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്തോ, കാരണം ഈ വാഹനങ്ങളുടെയൊക്കെ സൗണ്ട് കാരണം കേൾക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. ഉണ്ടോ, ചിത്രങ്ങളുണ്ടോ, ചുവർ ചിത്രങ്ങൾ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാറുണ്ട്. മാനവീയത്തിൽ നിന്ന് ഇറങ്ങുന്ന വഴിയാട്ടോ. അപ്പോൾ ഇതിപ്പോൾ കാണുന്നത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേനും വലത്തോട്ട് പോകുമ്പോഴത്തേനും വെള്ളയമ്പലം, ശാസ്തമംഗലം, കവടിയാറ് ആ റോഡാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ റോഡ് ഈസ്റ്റ് പോർട്ട് പോകുന്നതും പിന്നെ മ്യൂസിയം റോഡൊക്കെയാണ് ഈ കാണുന്ന റോഡ്. കണ്ടോ, ഇത് കണ്ടോ, സിറ്റിയിൽ അതായത് നഗരങ്ങൾ കാണിക്കുന്ന ഒരു ബസ്സാണേ. സിറ്റി ടൂറിൻ്റെ ബസ്സാണ്. ഞാൻ വോയിസ് കൊടുത്ത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഈ റോഡാണ് നമ്മുടെ ഈസ്റ്റ് പോർട്ട് പോകുന്നതും മ്യൂസിയം പോകുന്നതും അങ്ങനെ ഉള്ള റോഡാണ് ഈ റോഡ്, ഈ കാണുന്ന ഈ റോഡ് കേട്ടോ. ഇതിൻ്റെ വലത് സൈഡിലായിട്ടാണ് നമ്മുടെ മ്യൂസിയം, കനകക്കുന്ന് ഒക്കെ വരുന്നത്. മരം ഒടിഞ്ഞു വീണിരിക്കുന്നു. അതേ വെട്ടിയതാണോ എന്നറിയില്ല കേട്ടോ. ഈ നമ്മുടെ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം വരുന്നത് കണ്ടോ. ഇവിടെ നീന്തൽക്കുളം അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ ജിമ്മുണ്ട്. ഈ റോഡ് നേരെ ചെന്നിറങ്ങുന്നതാട്ടോ. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം നേരെ ചെന്നിറങ്ങുന്നതാണ് ഈ റോഡ്. ഇത് കനകക്കുന്നിൻ്റെ ഏരിയ ആണ്. നമ്മൾ ആ സൈഡിൽ കാണുന്നില്ല, അതെല്ലാം കനകക്കുന്നിൻ്റെ ഇതാ. ഞാൻ കനകക്കുന്നിൻ്റെയും പിന്നെ മ്യൂസിയത്തിൻ്റെയൊക്കെ ഒരു ലോങ് വീഡിയോ ചെയ്യാം കേട്ടോ. ഇതെല്ലാം ഞാൻ ലോങ് ആയിട്ട് ചെയ്യാം. ഇവിടെ എല്ലാം നടക്കാൻ പറ്റുന്നില്ല, കാരണം ഈ മരങ്ങളെല്ലാം വെട്ടിയിട്ടിരിക്കുന്ന കാരണം ഫുട്പാത്തിലാണ് എല്ലാം വെട്ടിയിട്ടിരിക്കുന്നത് കണ്ടോ. അത് കാരണം നടക്കാൻ തന്നെ സ്പേസ് ഇല്ല. നമ്മുടെ ഇവിടെ പ്രൈവറ്റ് ബസ്സൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ അപൂർവമായിട്ട് 1-2 അങ്ങനെയുള്ളൂ കേട്ടോ. കൂടുതലും ട്രാൻസ്പോർട്ട് തന്നെയാണ്. നമുക്ക് ഇലക്ട്രിക് ബസ്സുണ്ട്, അതായത് റെഡ് ബസ്. റെഡല്ല, ബ്രൗൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് 10 രൂപയേ ഉള്ളൂ. എവിടെ ഇറങ്ങാനായാലും 10 രൂപയേ ഉള്ളൂ. കണ്ടോ കനകക്കുന്ന്. അത് കനകക്കുന്ന് ബാക്കിലോട്ട് ഒരുപാട് വലിയ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ദിവസം ലോങ് വീഡിയോ ചെയ്യാം. നമ്മൾ നടന്നു വന്ന റോഡാട്ടോ ഇത്. ഏകദേശം ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 500, 600, 700 മീറ്റർ മാക്സിമം അത്രയേ ഉള്ളൂ കേട്ടോ. മാക്സിമം പോയാൽ ഈ പോകുന്നതാണ് ബ്രൗൺ ബസ്, ഇലക്ട്രിക് ബസ്സാണ്.
ഓപ്പോസിറ്റ് കാണുന്നുണ്ട്, അതാണ് കനകക്കുന്നിൻ്റെ മെയിൻ ഗേറ്റ് വരുന്നത്. ഇവിടെ എനിക്ക് നടക്കാൻ സ്പേസ് ഇല്ല, കാരണം ഈ ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഇത് മുറിച്ചിട്ടില്ല, ഇത് മാറ്റിയിട്ടില്ല. അത് കാരണം റോഡിൽ കൂടെയാണ് നടക്കുന്നത്. കണ്ടോ നമ്മുടെ കനകക്കുന്ന്. ഇവിടെയൊക്കെ നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പകലൊക്കെ നല്ല തണലാണ്. നമ്മളിപ്പം പകലാണെങ്കിൽ നടക്കാനായിട്ട് അധികം വെയിലൊന്നുമില്ല. ഇതാണ് കേരള സ്റ്റേറ്റ് ജവഹർ ബാലഭവൻ വരുന്നത്. ആ സൈഡിൽ കാണുന്നില്ലേ നമ്മൾ, അതാണ് കേട്ടോ. വെക്കേഷനൊക്കെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും ഇവിടെ. അതുകൊണ്ട് ഇവിടെ എല്ലാം ഈ മരങ്ങൾ വെട്ടിയിട്ടേക്കോ. എനിക്ക് തോന്നുന്നു ഈ വൈദ്യുത ലൈനിലൊക്കെ തട്ടി നിൽക്കുന്ന മരങ്ങളൊക്കെ മുറിച്ചതായിരിക്കും. കണ്ടോ, ഇത് കണ്ടോ, നമ്മുടെ കരുണാകര സാറിൻ്റെ ഒരു സ്റ്റാച്ചു ആണേ. ഇത് കനകക്കുന്നിലാണ്. കനകക്കുന്നിൻ്റെ ഇങ്ങേ അറ്റത്തായിട്ട് വരും. ഇത് കണ്ടോ, കനകക്കുന്നിൻ്റെ നേരെ ഓപ്പോസിറ്റാണേ ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക്. കണ്ടോ, ഇത് അധികം നാളായിട്ടില്ല വന്നിട്ട്. കുട്ടികൾക്കൊക്കെ ഈവനിങ്ങിൽ കളിക്കാൻ പറ്റിയ ഒരു ഏരിയ കേട്ടോ. കുറച്ച് ഏരിയ ഉണ്ട് അത് ബാക്കിലോട്ട്, എല്ലാവർക്കും വന്നിരിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലം. കണ്ടോ, നമ്മൾ നടന്നു വന്ന സ്ഥലം കേട്ടോ അത്. നേരെ കാണുന്ന കണ്ടോ, അതാണ് മ്യൂസിയം, നമ്മുടെ മെയിൻ എൻട്രൻസ് വരുന്നത്. ഒരു സൈഡ് എൻട്രൻസ് ഇതാണ്. എൻട്രൻസും എക്സിറ്റും ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു അപ്പുറത്തെ സൈഡ് ഉണ്ട്, അതും എൻട്രൻസ് ആണ്. ഇത് എൻട്രൻസ് അല്ല, ആക്ച്വലി എക്സിറ്റ് ആണ്. പിന്നെ ഈ സൈഡിലാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം കേട്ടോ. കനകക്കുന്നിലും മ്യൂസിയത്തും ഒക്കെ വരുന്ന അവിടുന്ന് അങ്ങോട്ട് കുറച്ച് റോഡുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ മ്യൂസിയത്തിൻ്റെ ഗേറ്റ്. പിന്നെ ഇത് ജയിലിലെ നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിലിലെ ചപ്പാത്തി വിൽക്കുന്ന ഒരു വണ്ടിയാണേ. പിന്നെ ഇത് മ്യൂസിയം സ്റ്റേഷൻ. ഞാനും വാങ്ങിച്ച് ഒരു കവറ് ചപ്പാത്തി. ചിലപ്പോഴൊക്കെ ഞാൻ വാങ്ങിക്കും കേട്ടോ, നല്ല നൈസ് ചപ്പാത്തിയാണ്.
കണ്ടോ, മ്യൂസിയത്തിൻ്റെ അഹവശമാണ് ഇത് ഈ കാണുന്ന. കണ്ടോ, ഇവിടെ റേഡിയോ ഒക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഈവനിങ്ങിൽ വന്നിരിക്കാറുണ്ട്. ഞാൻ അവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യണില്ല. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.